പ്രൊഫസർ എം.വൈ. യോഹന്നാൻ തൃശൂർ പറവട്ടാനി കോർപ്പറേഷൻ ഗ്രൗണ്ടിൽ പ്രസംഗിക്കുന്നു. ഏപ്രിൽ 28 ഞായറാഴ്ച വൈകിട്ട് 5 മുതൽ 9 മണി വരെ. ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കാം. അനന്തരം ഫെലിസ്ത്യർ സൈന്യങ്ങളെ യുദ്ധത്തിന് ഒന്നിച്ചു കൂട്ടി. അവർ യഹൂദയ്ക്കുള്ള സോഖോവിൽ ഒരുമിച്ച് കൂടി. സോഖോവിനും അസേക്കയ്ക്കും മധ്യേ ഏഫസ് ദമ്മീമിൽ പാളയമിറങ്ങി. ശൗലും ഇസ്രായേലരും ഒന്നിച്ചുകൂടി ഏലാ താഴ്വരയിൽ പാളയമിറങ്ങി. ഏലാ താഴ്വരയിൽ ശൗലും സൈന്യവും പാളയമിറങ്ങി. എതിരെ ഫെലിസ്ത്യർ പാളയമിറങ്ങി. ദൈവത്തിന് സ്തോത്രം. ഈ യുദ്ധങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോഴെല്ലാം, ഇവിടെ മാത്രമല്ല, അമാലേക്കെതിരെയുള്ള യുദ്ധം, മിദ്യാന്യരുമായുള്ള യുദ്ധം, ഈ യുദ്ധങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോഴെല്ലാം, വായിക്കുമ്പോഴെല്ലാം നിങ്ങൾ ഓർത്തുകൊള്ളണം, അത് ദൈവവൈതലും പിശാചിനും തമ്മിലുള്ളതായ യുദ്ധമാണ്. ആ കാര്യം ഓർത്തുകൊള്ളണം. അതായത് ഇത് സിംബോളിക്കാണ് എന്ന് പറഞ്ഞാൽ പ്രതിരൂപാത്മകമായി പറയുകയാണ്. അത് നോക്കിട്ടേണ്ടതായ ആശയം, എനിക്ക് യുദ്ധമുണ്ട്, ഞാൻ യുദ്ധം ജയിക്കേണ്ടിയിരിക്കുന്നു, എൻ്റെ കർത്താവ് എനിക്ക് യുദ്ധം ജയിപ്പിക്കാൻ എന്നോട് കൂടി നിൽക്കും, ഞാൻ യുദ്ധം ജയിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടെങ്കിൽ കർത്താവിനെ ജയിപ്പിക്കും, എന്നെ കർത്താവ് ജയിപ്പിക്കും. ആ ഉറപ്പോടുകൂടി നിങ്ങൾ അങ്ങനെ വേണം വായിച്ചു പോകാനായിട്ട്. വലിയൊരു യുദ്ധമുണ്ട്. ആ യുദ്ധക്കളത്തിൽ നാം അടരാടേണ്ടവരാണ്, യുദ്ധം ചെയ്യേണ്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. കോപം ശക്തമായി വരുമ്പോൾ അത് പിശാചിൻ്റെ കെണിയാണത്. കോപം എല്ലാ ആളുകളും തന്നെ വീഴുന്നൊരു വലിയ പാവമാണ് കോപം. പെട്ടെന്ന് ശുണ്ഠി വരുന്നു, പെട്ടെന്ന് കോപം വരുന്നു, പെട്ടെന്ന് നീരസം വരുന്നു. ആദ്യം വരുന്നത് കോപമാണ്, പിന്നീടാണ് പയ്യെ ടൈം ചെയ്ത് അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കോപമൊക്കെ മാറ്റി വരും. ആദ്യം പെട്ടെന്നുള്ള ഫസ്റ്റ് റിയാക്ഷൻ കോപമാണ്. ഒരിക്കലും അങ്ങനെ വരരുത്. ഫസ്റ്റ് റിയാക്ഷൻ സൗമ്യതയായിരിക്കണം, താഴ്മയായിരിക്കണം. ആദ്യം വരുന്ന പ്രതികരണം താഴ്മയായിരിക്കണം എപ്പോഴും. ഈ ഒരുപക്ഷെ ഭർത്താവ് ഒരു കാര്യം പറഞ്ഞു, ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ആട്ടെ, എന്നാലും പെട്ടെന്ന് തിരിച്ചടിക്കരുത്. അല്ലെങ്കിൽ ഭാര്യ ഒരു കാര്യം പറഞ്ഞു, ഭർത്താവ് തിരിച്ചടിച്ച് സംസാരിക്കരുത്. എന്താ ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറയും. ടിറ്റ് ഫോർ ടാറ്റ് പാടില്ല. എന്നാൽ ഒരാൾ പറഞ്ഞത് അതിന് തക്കതുപോലെ ഉരുളയ്ക്കുപ്പേരി എന്നവർക്ക് പറയുമല്ലേ, ഉരുളയ്ക്കുപ്പേരി പോലെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞേക്കരുത്. അവിടെ ചെയ്യേണ്ടതാണ് നാം ചെയ്യേണ്ടത്. എന്ത് കേട്ടാലും കോപം വരാൻ സമ്മതിക്കാതെ നിങ്ങൾ പ്രതികരണം ഏറ്റവും സൗമ്യമുള്ളതാക്കി നിങ്ങൾ നിലനിർത്തണം. ദൈവത്തിന് സ്തോത്രം. ഒരു വലിയ രഹസ്യം പറഞ്ഞു തരാം. ഏതെങ്കിലും ഭരണകർത്താക്കൾ എവിടെയെങ്കിലും ഓഫീസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഭരണകർത്താക്കൾ ഒരിക്കലും കോപിക്കരുത്. കോപിച്ചാൽ തോറ്റു എന്നതിൻ്റെ അർത്ഥം. നിങ്ങൾ കുടുംബത്തിലാണെങ്കിലും ഒരാൾ കോപിച്ചാൽ ആൾ തോറ്റു എന്നതിൻ്റെ അർത്ഥം. ഭർത്താവ് കോപിച്ചാൽ ഭർത്താവ് തോറ്റു. കോപിക്കരുത്, ഒരിക്കലും കോപിക്കരുത്. കോപത്തെ നാം നിർദാക്ഷിണ്യം നമ്മൾ മാറ്റി എടുക്കണം, നിശ്ശേഷം മാറ്റിക്കളയണം. ഫസ്റ്റ് റിയാക്ഷൻ കോപമായിട്ട് വരാതിരിക്കാൻ നോക്കണം. കോപം വെച്ചുകൊണ്ടിരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. സൂര്യൻ അസ്തമിക്കോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത് എഫെസ്യ ലേഖനത്തിൽ പറയും. സൂര്യൻ അസ്തമിക്കോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും കോപം കുറേ നേരം വെച്ചുകൊണ്ടിരുന്നാൽ അത് പിന്നീട് കട്ടിയായി വരും. അതുകൊണ്ട് കോപം വെച്ചുകൊണ്ടിരിക്കരുത്. രാത്രി കോപത്തിന്മേൽ ഉറക്കം വരാൻ പാടില്ല. കോപിച്ച ആ ബോധമനസ്സിൽ ആ കോപത്തോടുകൂടി നിങ്ങൾ ഉറങ്ങിയാൽ അബോധ മനസ്സിലേക്ക് ആ കോപത്തിൻ്റെ വിഷവസ്തുക്കൾ കടന്നു ചെല്ലും. ആ കോപത്തിൻ്റെ വിഷവായു അങ്ങോട്ട് പ്രവേശിക്കും. നിങ്ങളൊന്നും അറിയില്ല, പക്ഷേ അവിടെ ആ മാരകമായ വിഷം അവിടെ കലർന്നു കഴിഞ്ഞിരിക്കും. പ്രതികാരവാഞ്ച ഒരിക്കലും നമുക്ക് പാടില്ല. പ്രതികാരവാഞ്ച, പക പാടില്ല, വിദ്വേഷം പാടില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും തെറ്റുപറ്റിയാൽ സഹതപിക്കണം. നാം ഉള്ളിലൊരു സഹതാപമായിരിക്കണം. സഹതാപം, ഉള്ളിലൊരു സ്നേഹം. കഷ്ടം, വീണുപോയല്ലോ, തെറ്റുപറ്റിപ്പോയല്ലോ. നമുക്കങ്ങനെ ഒരു സഹതാപമായിരിക്കണം ആരോടും. ഞാനെല്ലാം കുടുംബജീവിതത്തോട് ബന്ധപ്പെട്ടായി പറയുന്നത്. ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്കോ ആർക്കെങ്കിലും തെറ്റുപറ്റിയാൽ അവിടെ കോപിക്കുകയല്ല വേണ്ടത്. മക്കൾ ഒരുപക്ഷെ പരീക്ഷയ്ക്ക് പാവം നല്ലപോലെ പഠിച്ചു, പക്ഷേ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഇംഗ്ലീഷിനാകട്ടെ അല്ലെങ്കിൽ കണക്കിന് മാർക്ക് വേണ്ടത്ര കിട്ടിയില്ല. പേടിച്ചാണ് അപ്പൻ്റെ അടുക്കൽ വരുന്നത് അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് വരുന്നത്. പ്രോഗ്രസ് റിപ്പോർട്ട് കാണിക്കണമല്ലോ, അതുകൊണ്ട് ഒപ്പിടിക്കാൻ വരികയാണ്. ആ മാർക്ക് കുറഞ്ഞ് കണ്ടപ്പോഴേക്കും അപ്പനം എടുത്ത് ചാടി കോപിക്കുകയാണ്. ഒരിക്കലും ചെയ്യരുത് അങ്ങനെ.
ഒരു കുട്ടിക്ക് മാർക്കല്പം കുറഞ്ഞു പോയി. ശരി, സാരമില്ല മോനെ, സാരമില്ല മോളെ, സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ഒന്നുകൂടി ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി, ഇപ്പോൾ ഇത്രയും കുറഞ്ഞു പോയി, നമ്മൾ പേടിക്കാനില്ല എന്നൊരു ആശ്വാസം കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ കോപിച്ചാൽ ഒരു പ്രയോജനമില്ല. ആ കുട്ടിയുടെ മനസ്സ് ഒന്നുകൂടി ഒന്ന് ഇളകിപ്പോവും, മനസ്സ് പതറിപ്പോവും. അതിനിട കൊടുക്കരുത്. ഞാൻ പറഞ്ഞത് ഈ അമാലേക്യരും ഫെലിസ്ത്യരും മിദ്യാന്യരും യബൂസ്യരും ഹിവ്യരും കനാന്യരും എല്ലാം ദൈവജനത്തിൻ്റെ ശത്രുക്കളായി ഇന്ന് എതിർക്കുന്നുണ്ട്, മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ ഫെലിസ്ത്യരാണ് വന്നത്. ഫെലിസ്ത്യർ ഏലാ താഴ്വരയിൽ പാളയമിറങ്ങി. ഇസ്രായേലിലും ഫെലിസ്ത്യരും ഏലാ താഴ്വരയിൽ പാളയമിറങ്ങി. ദൈവത്തിന് സ്തോത്രം. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ നമുക്കെതിരെ പാളയമിറങ്ങുന്ന ഒരു ഭീകരനുണ്ട്. അവിടെ ഫെലിസ്ത്യ സൈന്യത്തിൻ്റെ മുൻപിൽ ഒരു നെടിയ മനുഷ്യൻ, വളരെ പൊക്കം, എല്ലാവരേക്കാളും വളരെ കൂടുതൽ പൊക്കമുള്ള മനുഷ്യൻ, ഒരളവൊക്കെ പറഞ്ഞിട്ടുണ്ട്, വളരെ കൂടുതൽ പൊക്കമുള്ളൊരു മനുഷ്യൻ, വളരെ ശക്തനായ ഒരു എതിരാളി, വലിയൊരു മല്ലൻ, ഭീകരനായൊരു എതിരാളി. അവനെ കണ്ടാൽ ആരും പേടിച്ച് വിറച്ചു പോകും. അവൻ വന്ന് ഫെലിസ്ത്യരുടെ മുമ്പിലേക്ക് വന്ന് നിന്നിട്ട് അവൻ വിളിച്ചു പറഞ്ഞു, ഇസ്രായേൽ ജനത്തോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഒരാൾ യുദ്ധത്തിന് വരൂ. എന്തിനാണ് എല്ലാവരും കൂടി യുദ്ധം ചെയ്യുന്നത്? ഒരാൾ വരൂ, എന്നെ നിങ്ങൾ കൊല്ലുമെങ്കിൽ ഞങ്ങൾ ഫെലിസ്ത്യരല്ല നിങ്ങളുടെ അടിമകൾ. അല്ല, എൻ്റെ വരുന്നവൻ ഞാൻ കൊല്ലുമെങ്കിൽ നിങ്ങൾ ഇസ്രായേൽക്കാരല്ല എൻ്റെ അടിമകൾ. അവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു, വെല്ലുവിളിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഇതിൻ്റെ എല്ലാ അർത്ഥം? നമ്മെ എപ്പോഴും വെല്ലുവിളിക്കുന്ന ഒരു ഭീകരനായ പിശാചുണ്ട്. നിന്നെ ഞാൻ മുൻപോട്ട് വിടില്ല, നിൻ്റെ വിശുദ്ധ ജീവിതത്തിൽ നിന്നെ മുന്നോട്ട് വിടില്ല, നിൻ്റെ സമർപ്പണത്തിൽ നിന്നെ ഞാൻ മുന്നോട്ട് വിടില്ല, നിൻ്റെ ആത്മീയ വേലയിൽ നിന്നെ മുന്നോട്ട് വിടില്ല, നിൻ്റെ ജീവിതത്തെ ഞാൻ തളർത്തിക്കളയും, നിനക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല, നിനക്ക് മ്ലാനത വരുത്തും, നിനക്ക് ക്ഷീണം വരുത്തും, നിനക്ക് അവശത വരുത്തും. എന്നിങ്ങനെ പ്ലാൻ ഇട്ടുകൊണ്ട് പിശാചിങ്ങനെ നിൽക്കുകയാണ്, വളരെ സൂക്ഷ്മതയോടെ നിൽക്കുകയാണ്, തകർക്കാൻ നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾ ശരിക്കും ഒരു വിശ്വാസിയാണെങ്കിൽ, ശരിക്കും ആത്മീയ ജീവിതം അനുഭവിക്കുന്നയാളാണെങ്കിൽ, പിശാചിൻ്റെ നീക്കങ്ങളെ അപ്പോഴപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അത് ആരും പറഞ്ഞു തരണ്ട. പിശാച് വന്ന് ആളത്തുമായി നിങ്ങളെ വശീകരിക്കാൻ നോക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. വേറൊരു ആൾ കൂടിയല്ല, പിശാച് നേരിട്ട് വന്ന് നിങ്ങളോട് ആക്രമണ സ്വഭാവത്തോടെ സംസാരിക്കുന്നത്, നിങ്ങളോട് ഇടപെടുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു വാക്കൊന്നും കേട്ടിട്ടല്ല. നിങ്ങളുടെ ആത്മീയനാണെങ്കിൽ, ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, പിശാചിനെ നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, കർത്താവായ യേശുക്രിസ്തുവിനെ സെൻസ് ചെയ്യാൻ സാധിക്കുമെന്ന്. കർത്താവായ യേശുക്രിസ്തു അടുത്ത് വന്ന് നമുക്ക് സെൻസ് ചെയ്യാൻ സാധിക്കും. യേശുക്രിസ്തു അടുക്കൽ ഉണ്ട് എന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. എന്നതുപോലെ പിശാചിൻ്റെ നീക്കങ്ങൾ നമുക്ക് മനസ്സിലാകും. എപ്പോഴും ഓർത്തുകൊള്ളണം, എപ്പോഴും കരുതലോടുകൂടി ഇരുന്ന് കൊള്ളണം. മല്ലൻ വന്ന് വെല്ലുവിളിച്ചു. ഇസ്രായേൽക്കാരെല്ലാം പേടിച്ചു പോയി, പാവങ്ങൾ. ഈ മല്ലനോട് ആർക്ക് ജയിക്കാൻ പറ്റും? ആര് പോയാലും അവനെ കൊല്ലും, ഉറപ്പാണ്. ഈ മല്ലൻ ഗോലിയാത്ത ആരെയും കൊല്ലാൻ ശക്തനാണ്, രക്ഷയില്ല. അവർ വിഷമിച്ച് പരസ്പരം മുഖത്തോട് നോക്കി. അപ്പോഴാണ് ദാവീദ് അപ്പൻ്റെ അടുക്കൽ നിന്ന് സ്വന്തം പട്ടാളത്തിലുള്ള ചേട്ടന്മാർക്ക് 3 പേർക്ക് ചില ആഹാര പദാർത്ഥങ്ങളൊക്കെ ആയിട്ട് വന്നത്. അപ്പൻ പറഞ്ഞു വിട്ടത്, മോനെ അവിടെ യുദ്ധം നടക്കുന്നുണ്ട്, ചേട്ടന്മാർ യുദ്ധത്തിൻ്റെ മുൻനിരയിലായിരിക്കും, നീ അവർക്ക് ഇതെല്ലാം കൊടുക്കുക എന്ന് പറഞ്ഞ് ചിലത് കൊടുത്തു. പിന്നെ ആ പട്ടാളത്തിന് മേലധികാരിക്ക് കുറേ പാൽക്കട്ടി, അതായത് കുറേ വിശേഷ വസ്തുക്കൾ കൊടുത്തു. അയച്ചു. ഇശ്ശായി തൻ്റെ മകനായ ദാവീദിനോട് പറഞ്ഞത്, ഈ ഒരു പറ മലരും അപ്പം 10 എടുത്ത് പാളയത്തിൽ നിന്റെ സഹോദരന്മാരുടെ അടുക്കൽ വേഗം കൊണ്ടുചെന്ന് കൊടുക്കുക. ഈ പാൽക്കട്ട 10 സഹസ്രാധിപന് കൊടുക്കുക. നിന്റെ സഹോദരന്മാരുടെ ക്ഷേമം ചോദിച്ച് ലക്ഷ്യവും വാങ്ങി വരിക. ശൗലും അവരും ഇസ്രായേലൊക്കെയും മേലാ താഴ്വരയിൽ ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുന്നുണ്ട്. അങ്ങനെ ദാവീദ് അതികാലത്ത് എഴുന്നേറ്റ് ആടുകളെ കാവൽക്കാരൻ്റെ പകൽ വിട്ടേച്ച് ഇശ്ശായി തന്നോട് കൽപ്പിച്ചതൊക്കെയും എടുത്തുകൊണ്ട് ചെന്ന് കൈനിലയിൽ എത്തിയപ്പോൾ സൈന്യം പടയ്ക്ക് ആർത്തു വിളിച്ചുകൊണ്ട് പുറപ്പെടുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദാവീദ് അവിടെ യാദൃച്ഛികമായി ഒന്നതല്ല, എല്ലാം ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ്. ദൈവജനത്തെ രക്ഷിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്, ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ദൈവജനം തോറ്റുപോകരുത്. കർത്താവിന് തൻ്റെ പ്രിയമക്കൾ തോൽക്കരുത് നിർബന്ധമുണ്ട്. അവിടെ ദാവീദിനെ ദൈവം അയക്കുകയായിരുന്നു. ദൈവം അവിടെ ഒന്നും സംസാരിച്ചിട്ട് നാം കാണുന്നില്ല. പക്ഷേ ദാവീദിൻ്റെ അപ്പൻ ഇശ്ശായി പറഞ്ഞു, മോനെ നീ ഒന്ന് പടക്കളത്തിലേക്ക് ചെല്ല്, യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുന്നു, ചേട്ടന്മാർക്ക് ഈ ഒരു പറ മലരുണ്ട്, ഇതെല്ലാം ഒന്ന് കൊടുത്തിട്ട് വാ.
അവരുടെ സേനാനായകന് ഇന്ന സമ്മാനം കൂടി കൊടുക്കുക, അവർക്ക് ഒരു യുദ്ധത്തിന് നിൽക്കുമ്പോൾ ഒത്തിരി വിഷമമൊക്കെ ആയിരിക്കുമല്ലോ, ക്ഷീണമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് അപ്പം വിട്ടത്. യാദൃശ്യമല്ല ഇതൊന്നും, ഒന്നും യാദൃശ്യമല്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ ചില അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്നും യാദൃശ്യമല്ല. നിങ്ങൾക്ക് സംഭവിച്ച ചില കാര്യങ്ങൾ യാദൃശ്യമായിട്ട് വന്നതല്ല, അങ്ങനെ സംഭവിച്ചു പോയി എന്നല്ല, എല്ലാം ദൈവത്തിൻ്റെ മുൻ നിർണയപ്രകാരം തന്നെ. പിശാചിൻ്റെ കണിയും അതിൻ്റെ പിന്നിലുണ്ട്. നിങ്ങൾക്ക് സംഭവിക്കുന്ന ഓരോ കാര്യത്തിലും പിശാചിൻ്റെ കണിയുണ്ട്, അതേപോലെ തന്നെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. പിശാചിൻ്റെ കണിയിൽ നമ്മൾ വീഴാതെ കാക്കാൻ ദൈവം ശക്തനാണ്. ആ പിശാചിൻ്റെ കണിയിൽ നമ്മൾ വിടുവിക്കുക എന്നൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ദാവീദ് അവിടെ ചെന്നു. ദാവീദ് ചെന്നപ്പോൾ അവിടെയുള്ളവർ പറയുകയാണ്, ഈ ഫെലിസ്തീനെ കൊന്നാൽ, ഗോലിയാത്തിനെ കൊന്നാൽ ശൗൽ രാജാവിൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കും. അത്രമാത്രം ശൗൽ രാജാവിനെ ഈ ഫെലിസ്തീനെ കൊല്ലണം എന്നുള്ളതായി നിർബന്ധമുണ്ട്. എന്തുകൊണ്ടാണ് ഈ ദൈവത്തിന് സ്തോത്രം നാം വായിക്കുന്നത്? എന്താണ്? ദാവീദ് പറഞ്ഞു, ഞാൻ അവന് നേരെ ചെല്ലാം. കിളുന്ത് ബാലൻ, ചെറിയ യുവാവ്, ആയുധം എടുത്ത് പരിശീലിച്ചിട്ടില്ല, ആയുധാഭ്യാസം കിട്ടിയിട്ടുമില്ല, ആയുധവിദ്യ അഭ്യസിച്ചിട്ടില്ല. ഈ യുവാവ് ദാവീദ് അവൻ പറഞ്ഞു, ഞാൻ പോകാം. ശൗൽ പറഞ്ഞു, മോനെ നീ പോകണ്ട, നീ പോയാൽ നിന്നെ പെട്ടെന്ന് പിച്ച് ചീന്തി കളയും. ചേട്ടന്മാർക്ക് ദേഷ്യം വന്നു. ഇവനെന്താ ഇതൊക്കെ അന്വേഷിക്കാൻ വന്നത്? ഇവിടെ യുദ്ധത്തിൻ്റെ കാര്യം അന്വേഷിക്കാൻ ഇവനെന്താ കഴിവ്? ഇവന് വല്ല കഴിവുണ്ടോ? ചേട്ടന്മാർ 3 പേരും, ഏലിയാവും ശമ്മയും അമീനദാബും, ഇവർ 3 പേരും പറഞ്ഞു, നീ മാറിയിരിക്കുക, നീ എന്തിനാ ഇവിടെ വന്നു? നീ ഇപ്പോൾ യുദ്ധത്തിൻ്റെ കാര്യം കാണാൻ വന്ന് നിൽക്കുകയാണോ? നിനക്കെന്നെ അറിയാം. ചേട്ടന്മാരും അവനെ മാറ്റി നിർത്തി. പക്ഷേ ദാവീദ് മുന്നോട്ട് വന്ന് അവരോട് ചോദിച്ചു, ഈ ഫെലിസ്തീനെ കൊന്നാൽ എന്താ പ്രതിഫലം തരുമെന്ന് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഫെലിസ്തീനെ കൊന്നാൽ തീർച്ചയായിട്ടും രാജാവിൻ്റെ മകളെ വിവാഹം കഴിച്ചു തരും, വലിയൊരു സ്ഥാനമാനങ്ങൾക്ക് ലഭിക്കും, ഇസ്രായേൽക്കാരെല്ലാം ജയിച്ചു എന്ന് പറയില്ലേ, അത് നിസ്സാര കാര്യമല്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സംഭവിച്ചതെന്താണ്? ദാവീദ് യുദ്ധത്തിന് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ശൗൽ പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്യും, ഏതായാലും യുദ്ധത്തിന് പോകണമെന്ന് തീരുമാനിച്ചല്ലോ, എന്ന് എൻ്റെ ഈ പടച്ചട്ടയൊക്കെ ഇട്, ഈ കവചം ഒന്നിട്, എൻ്റെ ഇരുമ്പുള്ളതായ കവചവും എൻ്റെ ഹെൽമെറ്റും എല്ലാം എടുത്ത് നീ തല്ലി വെച്ചുകൊണ്ട് പോകും, വെട്ടിയാലും പെട്ടെന്ന് ചാകാതിരിക്കാൻ. ദാവീദ് അല്പം നടന്നു നോക്കി, അത് ഇട്ടുകൊണ്ട് അല്പം നടന്നപ്പോഴത്തേക്കും ഒക്കുന്നില്ല. ദാവീദ് പറഞ്ഞു, എനിക്കത് പരിശീലനമില്ല, ഇതൊന്നിട്ട് പരിചയമില്ല. ദൈവത്തിന് സ്തോത്രം. വലിയ അർത്ഥമുണ്ട് ഇതിനൊക്കെ. എന്താ അർത്ഥം? അനേകം ആളുകളും മറ്റുള്ളവരുടെ പടച്ചട്ടി അണിഞ്ഞുകൊണ്ട് യുദ്ധത്തിന് പോകുന്നവരുണ്ട്, മറ്റുള്ളവരുടെ പടച്ചട്ടി അണിഞ്ഞുകൊണ്ട്. ഇതിട്ട് എനിക്ക് പാകമല്ല, എനിക്ക് പരിശീലനമില്ല എന്ന് പറഞ്ഞ് പിന്മാറേണ്ട സ്ഥാനത്ത് വേറൊരാളുടെ പടച്ചട്ടയെടുത്ത് അണിഞ്ഞുകൊണ്ട് യുദ്ധത്തിന് പോകും. വലിയ നാശം വരും. ദാവീദ് ഭാഗ്യവശാൽ നാശം വന്നില്ല. ദാവീദ് പറഞ്ഞു, എനിക്ക് പരിചയമില്ല, ഞാൻ ഇങ്ങനെയുള്ളതൊന്നും ഇട്ട് പരിശീലിച്ചിട്ടില്ല, വേണ്ട, ഞാൻ എൻ്റെ സ്വന്തം രീതിയിൽ ഞാൻ പോയിക്കോളാം, എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പോകുന്നത്, യഹോവയുടെ നാമത്തിൽ ഞാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തൊരു ഭാഗ്യം! ദാവീദിന് വലിയ വിശ്വാസമുണ്ടായി, ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു, ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കൂ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ക്രിസ്തു എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. വേറെ ആരുടെയും സഹായം വേണ്ട, ആരും വേണ്ട. ക്രിസ്തു എൻ്റെ കൂടെയുണ്ട്. എന്തുകൊണ്ട്? ഞാൻ പാപം ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? ഞാൻ പാപത്തിലേക്കുള്ള ആഗ്രഹങ്ങളെല്ലാം വിട്ടു, പാപത്തിലേക്കുള്ളതായ താല്പര്യങ്ങളും ചായ്വുകളും എല്ലാം വിട്ടു. ഇൻക്ലിനേഷൻ, പാപത്തിലേക്കുള്ള ചായ്വ്, ഇൻക്ലിനേഷൻ ടു സിൻ, അതെല്ലാം ഞാൻ വിട്ടു. ഇല്ല, എനിക്കിപ്പോൾ താല്പര്യമില്ല, പാപത്തെക്കുറിച്ച് എനിക്ക് ചിന്തയില്ല. ഈ ഒരു കെട്ടുറപ്പ് നമുക്ക് വേണം, എപ്പോഴും വേണം. പ്രാഗൽഭ്യം എന്ന് പറയുന്നത്, പ്രാഗൽഭ്യം. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ പ്രാഗൽഭ്യം കിട്ടിയിട്ടുണ്ടോ? യുദ്ധത്തിൻ്റെ കാര്യം പോകട്ടെ, സ്വന്തമായൊരു പ്രാഗൽഭ്യമുണ്ട് നിങ്ങൾക്ക്? യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ എപ്പോൾ വേണമെങ്കിലും കടന്ന് ചെല്ലാൻ പറ്റുമെന്നുള്ളൊരു പ്രാഗൽഭ്യമുണ്ടോ നിങ്ങൾക്ക്? ഒന്ന് കണ്ണ് തിരിക്കുമ്പോൾ, ഒന്ന് കണ്ണ് ഉയർത്തുമ്പോൾ, എൻ്റെ യേശുവേ എന്ന് വിളിക്കുമ്പോൾ, വിളി കേട്ടുകൊണ്ട് ഓടി വരുന്ന യേശുവിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? സ്തോത്രം. എൻ്റെ യേശുവേ എന്ന് വിളിക്കുമ്പോൾ, എൻ്റെ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ, യേശുവേ എന്നിൻ്റെ തിരത്തിൽ ഞാൻ ശരണപ്പെടുന്നു പറയുമ്പോൾ എൻ്റെ അടുക്കിലേക്ക് ഓടി അണയുന്ന ക്രിസ്തുവിന് നിങ്ങൾക്ക് പരിചയമുണ്ടോ? പ്രാഗൽഭ്യം, ധൈര്യമാണത്. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമാണ്. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ, ഹൃദയം കുറ്റം വിധിക്കുന്നുണ്ടോ? ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങളിപ്പോൾ ചിന്തിക്കും, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കാം, ഏതെങ്കിലും കാര്യത്തിൽ ഹൃദയം കുറ്റം വിധിക്കുന്നുണ്ടോ? എന്തെങ്കിലും. ചിലർക്ക് കുറ്റമുണ്ട്, പക്ഷേ കുറ്റം വിധിക്കുന്നില്ല, ഹൃദയം കുറ്റം വിധിക്കുന്നില്ല. കാരണം അവിടെ മനസാക്ഷി മരവിച്ചു പോയി. മരവിച്ച മനസാക്ഷി അങ്ങനെ വരും, കല്ലിച്ചിരിക്കുന്നു, അതുകൊണ്ട് കുറ്റബോധം കിട്ടില്ല.
എന്നാൽ സാധാരണഗതിയിൽ ഏതെങ്കിലും കാര്യത്തിൽ നമുക്ക് ഇന്ന കുറ്റം എൻ്റെ ഹൃദയത്തിലുണ്ട്, ഇന്ന തെറ്റ് എൻ്റെ ജീവിതത്തിലുണ്ട്, അത് പോയിട്ടില്ല, തീർന്നിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് പ്രാഗൽഭ്യം ഉണ്ടാവുകയില്ല, ധൈര്യം ഉണ്ടാവുകയില്ല. ദാവീദിന് ധൈര്യം ഉണ്ടായിരുന്നു. ദൈവം എൻ്റെ പക്ഷത്തുണ്ട്. അതാണ് ദാവീദിൻ്റെ ധൈര്യം. ദൈവം എൻ്റെ പക്ഷത്തുണ്ട്. അതുകൊണ്ടാണ് ദാവീദ് പിൽക്കാലത്ത് പറഞ്ഞത്, യഹോവ എൻ്റെ രക്ഷ എൻ്റെ ബലവുമാകുന്നു, ഞാൻ ആരെ പേടിക്കും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യത്തിൻ്റെ നേരെ പാളി ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. ഇനി യുദ്ധം നേരിട്ടാൽ ഞാൻ നിർഭയമായിരിക്കും. കാരണം എന്താണ്? ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. എന്താണ്? എന്തുകൊണ്ടാണ് ഹൃദയത്തിൽ പ്രാഗൽഭ്യം കിട്ടിയത്? എന്തുകൊണ്ടാണ്? വേറെ എനിക്ക് ലക്ഷ്യമില്ല, വേറെ ലക്ഷ്യമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ മാത്രമേ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ വേറൊന്നും ലക്ഷ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിൽക്കാം. വേറെ ലാക്കൊന്നുമില്ല. ദൈവത്തിൻ്റെ വേല ചെയ്ത് പൈസ ഉണ്ടാക്കണമെന്നില്ല. വെരി ഗുഡ്, ദൈവത്തിന് സ്തോത്രം. എങ്ങും നേതാവാകണമെന്നില്ല. ദൈവത്തിന് സ്തോത്രം. ആരുടെ മുമ്പിൽ ചമഞ്ഞൊരുങ്ങണമെന്നില്ല. വേണ്ട. ആരും പ്രശംസിക്കണമെന്നില്ല. വേണ്ട. ആരും ഗവനിക്കണമെന്നില്ല. വേണ്ട. ഈ ലോകത്തിൽ യാതൊരു വിധത്തിലുള്ളതായ പ്രീതിയോ വിഭൂതിയോ വേണമെന്നില്ല. വേണ്ട. ഹൃദയത്തിൽ നല്ല പ്രാഗൽഭ്യമാണ്. യഹോവയോട് ഞാൻ ഒരു കാര്യം അപേക്ഷിച്ച് അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ഒറ്റയ്ക്ക് ഒരു കാര്യം കിട്ടിയാൽ മതി. യഹോവയോട് ഞാൻ ഒരു കാര്യം അപേക്ഷിച്ച് അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേലിനെ ഉയർത്തും. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേലിൻ്റെ തല ഉയരും. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ വെളിച്ചമാണ്, യഹോവ ജീവനാണ്. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു. വെളിച്ചവും രക്ഷയും യേശുവാണ്, ദൈവമാണ്. ഞാൻ ആരെ പേടിക്കും? വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാനോട് എടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യത്തിൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. ഈ യുദ്ധം നേരിട്ടാൽ ഞാൻ നിർഭയമായിരിക്കും. ഒരു കാര്യത്തിലും ഭയം വരികയില്ല. ഭയമില്ല. ഭയം പോയി. നിസ്സാര കാര്യങ്ങൾ, ഒരു പരീക്ഷ എഴുതുന്ന കാര്യമാണോ? പേടിയില്ല. ഞാൻ യേശുവിനോട് വാക്ക് പറഞ്ഞിട്ടുണ്ട്, മനസ്സറിഞ്ഞൊരു പാവം ഞാൻ ചെയ്യില്ല. ആ കാര്യം ഉറപ്പാണ്. എൻ്റെ ജീവിതം ഞാൻ യേശുക്രിസ്തുവിന് കൈമാറിയതാണ്. കർത്താവേ, ഞാൻ ജയിക്കേണ്ടത് അത് എന്നേക്കാൾ കൂടുതൽ ആവശ്യം നിനക്കാണ്. കാരണം ഞാൻ പരാജയപ്പെട്ടാൽ നിനക്ക് ദുഃഖം വരും. അതുകൊണ്ട് നീ എന്നെ ജയിപ്പിക്കണം. ഇതാ പരീക്ഷ ഹാളിലേക്ക് ഞാൻ പോകുന്നു. കർത്താവേ, നീ എൻ്റെ കൂടെ പോരണമേ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പരീക്ഷ ഹാളിൽ ഞാനിത് എൻ്റെ സീറ്റിൽ ഞാൻ ഇരിക്കുന്നു. കർത്താവേ, നീ എൻ്റെ ഒപ്പം വന്നിരിക്കണമേ. കർത്താവേ, ഈ പരീക്ഷാ ഹാളിൽ ഞാൻ എഴുതാൻ തുടങ്ങുമ്പോൾ കർത്താവേ, എൻ്റെ പേന ഇതാ ഞാൻ ഇവിടെ താഴെ ഡെസ്ക് മേൽ വെച്ചിരിക്കുന്നു. കർത്താവേ, ഈ പേന നിൻ്റെ തർക്കരത്തിലെടുത്ത് ഒന്ന് വാഴ്ത്തിയിട്ട് വയ്ക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ മക്കളെ നിങ്ങൾക്ക്? ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇതാണ് ആത്മീയ ജീവിതം. നിരന്തരം ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. എപ്പോഴും കൈക്കുള്ളിൽ നിന്ന് കുരിശിരിക്കുന്നതല്ല ആത്മീയ ജീവിതം. നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ക്രിസ്തു ഉണ്ടായിരിക്കണം. ക്രിസ്തുവിനെ ആശ്രയിക്കണം. ഒരു കാര്യം ഞാൻ അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത് തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേലിനെ ഉയർത്തും. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങൾ അർപ്പിക്കും. ജയഘോഷയാഗങ്ങൾ അർപ്പിക്കും. ജയം കിട്ടും. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങൾ അർപ്പിക്കും. യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യുകയും ജീവനുള്ള ക്രിസ്തുവിനെ പാടി പോഴ്ത്തിക്കൊണ്ട് ക്രിസ്തു തരുന്നതായി വിജയം അനുഭവിക്കാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. വിജയജീവിതം. ദൈവത്തിന് സ്തോത്രം. വിജയജീവിതം. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഈ വിജയജീവിതത്തിന് ആകാംക്ഷയുണ്ടോ, ആഗ്രഹമുണ്ടോ, വാഞ്ചയുണ്ടോ? കർത്താവ് നിങ്ങളെ ജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതുവരെയും തോറ്റവരാണ്, ശരിയാണ്. പലതിലും തോറ്റുപോയി. പലതിലും ഭൗതികമായി ബിസിനസ്സിൽ തോറ്റവരുണ്ട്, ഭൗതികമായി കൃഷികളിൽ തോറ്റവരുണ്ട്, ഭൗതികമായി ചില ജോലികളിൽ തോറ്റവരുണ്ട്, ഭൗതികമായി കുടുംബജീവിതത്തിൽ പരാജയപ്പെട്ടവരുണ്ട്, ഭൗതികമായി ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പരാജയപ്പെട്ടവരുണ്ട്, കുടുംബജീവിതത്തിൽ മക്കളും മാതാപിതാക്കളും തമ്മിൽ പിണങ്ങി ആ ബന്ധത്തിൽ നഷ്ടം വന്നവരുണ്ട്. പലതിലും പരാജയപ്പെട്ടവരാണ്. പലതിലും പരാജയപ്പെട്ടു. നോക്കട്ടെ, നിങ്ങൾക്ക് ദൈവത്തോട് പറയാമോ, കർത്താവേ, ഇതുവരെയും ഞാൻ പരാജിതനാണ്, ഇതുവരെയും തോറ്റവനാണ്, പക്ഷേ ഇനി ഞാൻ തോൽക്കുന്നവനല്ല. കാരണം എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. എൻ്റെ ദൈവം എന്നെ ജയിപ്പിക്കും. ഒറ്റയ്ക്കൊരു കാര്യം മാത്രമേ എനിക്ക് പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് ഈ ഒരു ദൃഢമായ ബോധ്യം വരാമോ? എന്നാൽ നിങ്ങൾക്ക് ജയിക്കാം. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത് തന്നെ മാത്രം മതി. എനിക്ക് ദൈവത്തോട് തിരുന്നാൽ മതി, ദൈവത്തോട് വസിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. സഹോദരങ്ങളെ, ഇങ്ങനെ തീരുമാനം വന്നാൽ നിങ്ങളുടെ കാര്യമൊക്കെ കർത്താവ് നോക്കും. ഉറപ്പാണ്. നിങ്ങളുടെ ജോലിയുടെ കാര്യം കർത്താവ് നോക്കും, വിവാഹത്തിൻ്റെ കാര്യം കർത്താവ് നോക്കും, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം കർത്താവ് നോക്കും, മക്കളില്ലേ, മക്കളുണ്ടാകണമോ, അതും കർത്താവ് നോക്കും.
നിങ്ങളുടെ ചികിത്സയുടെ കാര്യം കർത്താവ് നോക്കും, സകലവും എല്ലാം. ഇതെല്ലാം ദൈവം തരുന്ന ഒരു അനുഗ്രഹങ്ങളാണ്. നോക്ക്, ഓരോരുത്തർക്കും ലഭിക്കാവുന്നതാണ്. എന്നാൽ ക്രിസ്തു മാത്രം മതിയെന്ന് ഞാൻ തീരുമാനിക്കുമ്പോൾ എൻ്റെ കാര്യം കർത്താവിൻ്റെ കയ്യിലായി കഴിഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ സ്വന്തമായി ഞാൻ തീർന്നു കഴിയുമ്പോൾ പിന്നെ എൻ്റെ കാര്യം യേശുവിൻ്റെ കാര്യമായി കഴിഞ്ഞു. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ, നിങ്ങളുടെ ജീവിതം കർത്താവിന് വിട്ടുകൊടുത്ത് നോക്കൂ. പിന്നെ എൻ്റെ കാര്യം യേശുവിൻ്റെ കാര്യമാണ്. എനിക്കൊരു നഷ്ടം വന്നാൽ യേശുവിനാണ് നഷ്ടം, എനിക്ക് ലാഭം വന്നാൽ യേശുവിനാണ് ലാഭം, എനിക്ക് കെടുതി വന്നാൽ യേശുവിനാണ് കെടുതി. ഇങ്ങനെ ഞാൻ എൻ്റെ യേശുവിനായിട്ട് എന്നെ തന്നെ മുഴുവനായിട്ട് വിട്ടുകൊടുത്ത് നിൽക്കുന്നുള്ളതായ ആ പ്രാഗൽഭ്യം നോക്ക് വേണം. ദാവീദ് പറഞ്ഞു, ഞാൻ പോകാം, ഞാൻ യുദ്ധത്തിന് പോകാം. ദാവീദ് അവന് സാധാരണ വസ്ത്രമായിട്ട് പോകുമ്പോൾ അവിടെ ഒരു തോട്ടിൽ കുറേ കല്ലുകൾ, മിനുസമുള്ള കല്ല് കിടക്കുന്നുണ്ട്. ദാവീദ് ഒരു 5 കല്ല് പെറുക്കിയെടുത്തു. ഒരു ചെറിയ ഇടയസഞ്ചിയുണ്ട്, ഇടയസഞ്ചി, ആളുകൾ നോക്കി നടക്കുമ്പോഴുള്ള സഞ്ചി. ആ സഞ്ചിക്കകത്തേക്ക് ഈ 5 കല്ലിട്ടു. അവൻ്റെ കയ്യിൽ കവിണയുണ്ട്, കവിണ. നേരെ ചെന്നു. ഫെലിസ്ത്യൻ പൊട്ടിച്ചിരിച്ചു. കഷ്ടം, എടാ കൊച്ചാ, നീ ഈ ചെറുപ്പത്തിൽ നിന്നെ ഞാൻ കീറിക്കളയണമല്ലോ, നീ ഇത്ര ചെറുപ്പത്തിൽ നിന്നെ കൊല്ലണമല്ലോ. അപ്പോൾ ദാവീദ് പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ വരുന്നത്. നീ പരിഹസിച്ചവനായ യഹോവയുടെ നാമത്തിൽ ഞാൻ വരുന്നു. നീ എതിർക്കുന്നതായ യഹോവയുടെ നാമത്തിൽ ഞാൻ വരുന്നു. യഹോവയുടെ നാമത്തിലാണ് ഞാൻ വരുന്നത്, ഞാൻ ദൈവനാമത്തിലാണ് വരുന്നത്. ദാവീദ് ഒട്ടും താമസിച്ചില്ല. പെട്ടെന്ന് കവണയിൽ ആ കല്ലൊരെണ്ണെടുത്തിട്ട് ആഞ്ഞ് വീശി ഒരു ഏറ് കൊടുത്തു. കൃത്യം ആ കല്ല് ചെന്നിക്ക് കൊണ്ടു, മല്ലൻ്റെ ചെന്നിയിൽ കൊണ്ടു. എന്തൊരത്ഭുതം, മല്ലൻ തല കറങ്ങി വീണു. ദാവീദ് ഓടിച്ചെന്നു, ഉത്സാഹത്തോട് ഓടിച്ചെന്നു. ദാവീദിൻ്റെ കയ്യിൽ ആയുധമൊന്നുമില്ലല്ലോ. ദാവീദ് മല്ലൻ്റെ ആയുധം കയ്യിലെടുത്ത്, ശത്രുവിൻ്റെ ആയുധം കയ്യിലെടുത്ത് ശത്രുവിൻ്റെ തല വെട്ടി. ഒരു കയ്യിൽ ശത്രുവിൻ്റെ ആയുധവും മറ്റേ കയ്യിൽ ശത്രുവിൻ്റെ തലയുമായി ദാവീദ് ഇസ്രായേൽ പാളയത്തിലേക്ക് വന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് വലിയ മഹത്വപ്പെടട്ടെ. അർത്ഥവത്തായ ഈ സംഭവത്തിൻ്റെ പിന്നിലുള്ളതായ ആത്മീയമായ മഹത്വം നിങ്ങൾ കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ജയാളികളായിത്തീരുക. 7 താഴ്വര ജയത്തിൻ്റെ താഴ്വരയാണ്. സെക്സിൽ തോറ്റവർ, സെൽഫിൽ തോറ്റവർ, സിൽവറിൽ തോറ്റവർ 7 താഴ്വരയിലെ ജയത്തിൻ്റെ താഴ്വരയിൽ നിന്ന് ജയഘോഷം കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ഇത്രയും കാലം തോറ്റുപോയവർ, ഇത്രയും കാലം നഷ്ടപ്പെട്ടവർ, ഇത്രയും കാലം ജീവിതം പാഴാക്കിയവർ, ഇത്രയും കാലം എല്ലാം പലതരത്തിലും തോൽവി സംഭവിച്ചവർ, നിരാശയിൽ ആണ്ടുപോയവർ, ഓരോന്നോർക്കുമ്പോഴേക്കും നിരാശ കൂടിക്കൂടി വരുന്നേ ഉള്ളൂ, അങ്ങനെ തളർന്നു പോയവർ, ഇപ്പോൾ ഈ യേശുവിനെ കാണുക. ക്രൂസിൽ ജയമെടുത്ത യേശുവിനെ നിങ്ങൾക്ക് കാണാം. ക്രൂസിൽ യേശു ജയമെടുത്തു. യേശു തോറ്റു എന്നാണ് മഹാപുരുഷന്മാർ വിചാരിച്ചത്. യേശുവിനെ കൊന്നല്ലോ, ശല്യം തീർന്നല്ലോ എന്നാണ് പണ്ഡിതന്മാരും ശാസ്ത്രിമാരും തീരുമാനിച്ചത്. യേശുവിൻ്റെ കഥ തീർന്നല്ലോ എന്നാണ് അന്യാസും ഹന്നാവും പീലാത്തോസും വിചാരിച്ചത്. യേശുവിൻ്റെ കഥ തീർത്തല്ലോ എന്ന് റോമൻ സർക്കാരും ആശ്വാസം കൊണ്ടു. പക്ഷേ യേശു തീർന്നില്ല, യേശു ജീവിക്കുന്നു. സ്തോത്രം. യേശു എന്തിന് ജീവിക്കുന്നു? ഞാൻ പറയും, എനിക്ക് സമാധാനം തരാൻ യേശു ജീവിക്കുന്നു, എൻ്റെ നിരാശ മാറ്റാൻ യേശു ജീവിക്കുന്നു. നിങ്ങൾക്കും പറയാം, യേശു ജീവിക്കുന്നു. എന്തിന്? എന്നെ വലിയവനാക്കാൻ യേശു ജീവിക്കുന്നു, എന്നെ ഉന്നതനാക്കാൻ യേശു ജീവിക്കുന്നു, ജയജീവൻ തരാൻ യേശു ജീവിക്കുന്നു, എനിക്ക് കഴിവില്ലാത്ത ജയം തരാൻ യേശു ജീവിക്കുന്നു. യേശു എൻ്റെ ഇതിലേക്ക് വരികയാണ്, യേശു എന്നെ തൊടുകയാണ്. അത്രയ്ക്കെന്നെ തൊട്ടാൽ എൻ്റെ ഹൃദയം ഉരുകും, ഞാൻ അവനെ സ്തുതിക്കും. അത്രയ്ക്കെന്നെ തൊട്ടാൽ എൻ്റെ ഹൃദയം ഉണരും, ഞാൻ അവനെ സ്തുതിക്കും. അത്രയ്ക്കെന്നെ തൊട്ടാൽ എൻ്റെ പാപങ്ങളെല്ലാം കഴുകപ്പെടും. കർത്താവേ, വന്നുപോയ പാപങ്ങൾ, എത്ര പാപങ്ങളാണ് വന്നുപോയത്, ഏതെല്ലാം തരത്തിലുള്ളതായ പാപങ്ങളാണ് സംഭവിച്ചു പോയത്. കർത്താവെ, എല്ലാം മാറ്റാൻ കഴിവുള്ള നിന്റെ തിരക്കത്തിൽ ഞാൻ ആശ്രയിക്കുകയാണ്. ഇപ്പോൾ കർത്താവെ, നീ ഒന്ന് കടന്നു വന്ന് എന്നെ തൊടണമേ, എന്നെ സ്പർശിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ, തിരക്തം മേൽ പുരട്ടണമേ, ജീവിതത്തിനുള്ളതായ ഭാഗ്യം എനിക്ക് തരണമേ. കർത്താവെ, ദാവീദ് ഗോലിയാത്തിനെ കൊന്നതുപോലുള്ള ആത്മീയ യുദ്ധത്തിലെ വിജയത്തിന് എന്നെ യോഗ്യനാക്കി തീർക്കണമേ. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക. സ്തോത്രം. നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ദൈവത്തിന് സ്തോത്രം. നിരാശ കൊണ്ടിരിക്കുന്നവരുടെ നിരാശകൾ മാറട്ടെ,
ഭയത്തോടിരിക്കുന്നവരുടെ ഭയങ്ങൾ മാറട്ടെ, ഭാരപ്പെട്ടിരിക്കുന്നവരുടെ ഭാരങ്ങൾ നീങ്ങട്ടെ. ജീവിതത്തിൽ അനേകം ബന്ധനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നവർ ബന്ധനത്തിൽ നിന്ന് മോചനം പ്രാപിക്കട്ടെ. കരുണയുള്ള കർത്താവിന് കൃപ വന്ന് അനേകരെ ഇപ്പോൾ സൗഖ്യമാക്കട്ടെ. രോഗികൾ സൗഖ്യമായി എഴുന്നേൽക്കട്ടെ. കർത്താവിന് സ്തോത്രം. രോഗികളെ വീട്ടിൽ വിട്ടയച്ച് പോകുന്നവർ, ഹോസ്പിറ്റലിൽ രോഗിയെ കിടത്തിയിട്ട് പോകുന്നവർ, അവരും പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ കരമോടെ ചെല്ലുവാൻ, യേശു രോഗിയെ തൊടുവാൻ നിങ്ങളും പ്രാർത്ഥിക്കൂ, ഞാനും പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അനേകർ എരിവിരിക്കൊള്ളുന്നു, അനേകർ സമാധാനമില്ലാതെ വലയുന്നു, അനേകർ സ്വസ്ഥതയില്ലാതെ വലയുന്നു, അനേകർ ജീവിതത്തിൽ ദുരിതമേറ്റ് പിടയുന്നു. എൻ്റെ കർത്താവേ, ഈ ലോകത്ത് ഞാൻ ജീവിക്കുന്ന കാലം നിൻ്റെ ഒരു അടിമയായി, നിൻ്റെ ഒരു ദാസനായി, നിൻ്റെ ഒരു ദാസിയായി എൻ്റെ കർത്താവേ എൻ്റെ കാലം തീർപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, എത്ര കാലമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടല്ലോ. എത്ര കാലമുണ്ട്, അല്ല എത്ര മണിക്കൂറുണ്ട് എനിക്ക് അറിഞ്ഞുകൂടല്ലോ. ഉള്ള സമയം മുഴുവൻ യേശുനാഥ നിനക്ക് വേണ്ടി എരിഞ്ഞടങ്ങാൻ ഈ ആയുസ് ഞാൻ തരികയാണ്. കർത്താവേ, യുദ്ധത്തിൽ ഞാൻ തോൽക്കാൻ നീ സമ്മതിക്കുകയില്ലല്ലോ. നീ എന്നോടുകൂടെ നിൽക്കുമല്ലോ. നീ എനിക്ക് വേണ്ടി യുദ്ധം ജയിക്കുമല്ലോ. നീ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുമല്ലോ. കർത്താവേ, സാത്താനുള്ള യുദ്ധത്തിൽ ജയിച്ച് മുന്നേറുവാനുള്ളതായ ഭാഗ്യം എനിക്ക് തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കൂ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് വാക്ക് പറയൂ. കർത്താവേ, ഇന്നു മുതൽ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വകയായി ജീവിക്കും. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ ജയാളിയായി ജീവിക്കും. തോറ്റ് വലഞ്ഞുപോയ ഞാൻ ഇന്നു മുതൽ ജയശാലിയായി ജീവിക്കും. കർത്താവേ, ഇനി ഞാൻ പാവത്തിന് തോറ്റുകൊടുക്കുകയില്ല, പിശാചിന് തോറ്റുകൊടുക്കുകയില്ല. കർത്താവേ, ഇന്നു മുതൽ ഞാൻ ജയാളിയായി നിൽക്കും. എൻ്റെ കർത്താവേ, എന്നെ തോൽപ്പിക്കുന്ന ഭീകരശത്രുവിനോട് എതിർത്ത് നിന്നുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവനെ ജയിക്കും. ആ ശക്തിയെ ജയിച്ച്, ദുരാത്മശക്തിയെ ജയിച്ച് ഞാൻ ജയഭേരി മുഴക്കും. എൻ്റെ കർത്താവേ, ഇന്നിതാ എൻ്റെ ജീവിതം നിനക്ക് തരുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളെ തന്നെ സമർപ്പിക്കുക. കർത്താവിന് സ്തോത്രം. അങ്ങനെ നിങ്ങൾ തീരുമാനമെടുക്കുക. കർത്താവേ, ഇന്നു മുതൽ ഞാൻ ജയശാലിയായി തീരും നിങ്ങൾ തീരുമാനിക്കുക. ഇനി മുതൽ ഞാൻ സാത്താൻ്റെ മുമ്പിൽ തോറ്റു കൊടുക്കുകയില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഇനി മുതൽ എൻ്റെ യേശു എൻ്റെ കാര്യത്തിൽ യേശു തോൽക്കുകയില്ല എന്ന് തീരുമാനിക്കുക. യേശുവേ, ഇന്നു മുതൽ ഞാൻ പിശാചിന് തോറ്റു കൊടുക്കുകയില്ല. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ ജയശാലിയായി നിൽക്കും. ഞാൻ ജയിച്ച് മുന്നേറും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ജയിക്കും. യേശുവിൻ്റെ രക്തത്താൽ ഞാൻ ജയിക്കും. യേശുവിൻ്റെ സ്ലീവായാൽ ഞാൻ ജയിക്കും. യേശുവിൻ്റെ കൃപയാൽ ഞാൻ ജയിക്കും. യേശുവേ, കൃപയിൽ ഞാൻ ചാരുന്നു, കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നു. എന്നെ കാണണമേ, എന്നെ നോക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. പ്രൊഫസർ എം.വൈ. യോഹന്നാൻ തൃശൂർ പറവട്ടാനി കോർപ്പറേഷൻ ഗ്രൗണ്ടിൽ പ്രസംഗിക്കുന്നു. ഏപ്രിൽ 28 ഞായറാഴ്ച വൈകിട്ട് 5 മുതൽ 9 മണി വരെ. ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രൊഫസർ എം.വൈ. യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ എം.വൈ. യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 682311. ഫോൺ 9142303096.